ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിന മുഹമ്മദ്. അമ്മാ ബഅദ്. തൻബീഹിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം, ആദം നബി അലൈഹിസ്സലാമിൻ്റെ വാരിയല്ലിൽ നിന്നാണ് ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചത് എന്നും പുരുഷൻ്റെ വാരിയല്ലിൽ നിന്നാണ് സ്ത്രീയെ സൃഷ്ടിച്ചത് എന്നും പറയുന്നത് ശരിയാണോ? സഹോദരങ്ങളെ, ഈ വിഷയം ഇസ്ലാമിക പണ്ഡിതന്മാരും മുഫസ്സിറുകളുമൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഹിജറ 606 വഫാത്തായിട്ടുള്ള മഹാനായ ഇമാം അബു അബ്ദുള്ള ഫഖറുദ്ദീൻ റാസി അദ്ദേഹത്തിൻ്റെ തഫ്സീറായിട്ടുള്ള മഫാത്തിഹുൽ ഗൈബിൽ തഫ്സീറുൽ കബീർ എന്ന് പറയുന്ന തഫ്സീർ റാസിയിൽ രേഖപ്പെടുത്തുന്നു, വഫീ കൗനി ഹവ്വ മഖ്ലൂഖതൻ മിൻ ആദമ ഖൗലാൻ. ആദമിൽ നിന്നാണ് ഹവ്വ അലൈഹിസ്സലാമയെ സൃഷ്ടിച്ചത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. അൽ അവ്വലു, ഒന്നാമത്തെ അഭിപ്രായം, വഹുവല്ലദി അലൈഹിൽ അക്സറൂൻ, അതിലാണ് ഭൂരിഭാഗം ആളുകളും ഉള്ളത്, അന്നഹുലമ ഖലഖല്ലാഹു ആദമ അൽഖ അലൈഹി നൗം, ആദമിനെ അല്ലാഹു തആല സൃഷ്ടിച്ച ഘട്ടത്തിൽ ആദമിന് ഒരു ഉറക്കം നൽകി. സുമ്മ ഖലഖ ഹവ്വ മിൻ ളിൽഇൻ മിൻ അളലാഇഹിൽ യുസ്റ, പിന്നീട് ആദമിൻ്റെ ഇടത് ഭാഗത്തുള്ള വാരിയല്ലുകളിൽ നിന്ന് ഉള്ള ഒരു വാരിയല്ലിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിച്ചു. ഫലമ്മസ്തൈഖള റആഹ, അങ്ങനെ ആദം അലൈഹിസ്സലാം ഉണർന്നപ്പോൾ റആഹ, അദ്ദേഹം അവരെ കണ്ടു, അഥവാ ഹവ്വാനെ കണ്ടു. വമാല ഇലൈഹ വഅലിഫഹ, അവരിലേക്ക് ഒരുതരം ആഭിമുഖ്യവും താല്പര്യവും ഇണക്കവും പുലർത്തി എന്നുള്ളതാണ്. ലിഅന്നഹ കാനത് മഖ്ലൂഖതൻ മിൻ ജുസ്ഇൻ മിൻ അജ്സാഇഹി, കാരണം അവർ ഹവ്വ സൃഷ്ടിക്കപ്പെട്ടത് ആദമിൻ്റെ അംശങ്ങളിൽപ്പെട്ട ഒരു അംശത്തിൽ നിന്നാണല്ലോ. വഹ്തജ്ജു അലൈഹി, ഈ അഭിപ്രായത്തിന് ഈ പണ്ഡിതന്മാർ തെളിവ് പിടിക്കുന്ന ഒരു കാര്യം ബിഖൗലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കാണ്. അതെന്താ? ഇന്നൽ മർഅത ഖുലിഖത് മിൻ ളഇൻ അഅവജ്, അതായത് തീർച്ചയായും സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടത് ഏറ്റവും വളഞ്ഞ വാരിയല്ലിൽ നിന്നാണ്. ഫഇൻ ദഹബ്ത തുഖീമുഹാ കസർതഹ, നീ പോയി അതിനെ നന്നാക്കാനായിട്ട് നീ പോകുകയാണെങ്കിൽ കസർതഹ, നീ അതിനെ പൊട്ടിച്ചു കളയും. വഇൻ തറക്തഹ, നീ അതിനെ അങ്ങനെ ഉപേക്ഷിച്ചാലോ, വഫിഹ ഇവജുൻ, അതിൻ്റെ ആ വളവുള്ള നിലയിൽ നീ അതിനെ അങ്ങോട്ട് വിട്ടേച്ചാലോ, ഇസ്തംതഅത ബിഹ, നിനക്ക് അതിൽ നിന്ന് പ്രയോജനമെടുക്കാം, സുഖമനുഭവിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരഭിപ്രായം എന്നുള്ളത് ആദമിൻ്റെ വാരിയല്ലിൽ നിന്ന്, അഥവാ ഇടതുഭാഗത്തുള്ള വാരിയല്ലുകളിൽ വെച്ച് ഏറ്റവും വളഞ്ഞിട്ടുള്ള വാരിയല്ലിൽ നിന്നാണ്, മുകൾ ഭാഗത്ത് നിന്നാണ്, മുകളിലുള്ള വാരിയല്ലിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള അഭിപ്രായമുണ്ട്. എന്നാൽ വൽ ഖൗലുസാനി, രണ്ടാമത്തെ അഭിപ്രായം, വഹുവ ഇഖ്തിയാറു അബി മുസ്ലിമിൻ അൽ അസ്ഫഹാനി, ഇമാം അബൂ മുസ്ലിം അൽ അസ്ഫഹാനിയുടെ അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ള അഭിപ്രായമാണ് രണ്ടാമത്തെ അഭിപ്രായം. അന്നൽ മുറാദ മിൻ ഖൗലിഹി, ആ കൗല് കൊണ്ടുള്ള ഒരു ഉദ്ദേശം, വഖലഖ മിൻഹാ സൗജഹ, അല്ലാഹു തആല അതിൽ നിന്ന് ഇണയെ സൃഷ്ടിച്ചു. ഐ മിൻ ജിൻസിഹ, അതേ ഇനത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ കളിമണ്ണിൽ നിന്ന് അർത്ഥം. വഹുവ കഖൗലിഹി തആല വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ, അതേതുപോലെയാണ് അല്ലാഹു തആല സൂറത്തുൻ നഹ്ൽ 72-ാമത്തെ വചനത്തിൽ പറയുന്നു, വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ, ഒരു നഫ്സിൽ നിന്ന്, അതാ മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു എന്ന് പറയുന്നത് പോലെയാണത്. വകഖൗലിഹി ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, സൂറ ആലി ഇംറാനിലെ 164-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നു, ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്നു തന്നെ ദൂതനെ അവരിൽ നിയോഗിച്ച ഘട്ടം. അപ്പോൾ ഇങ്ങനെ മിൻ അൻഫുസിഹിം മിൻ അൻഫുസിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് അവിടുത്തെ പ്രയോഗം. ഏത് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, സൂറത്തു നിസ 1-ാമത്തെ വചനം, യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബഥ മിൻഹാ റിജാലൻ കസീറൻ വനിസാഅ. അപ്പോൾ ആ ആയത്തിൽ സൂചിപ്പിക്കുന്നത്, അതിലെന്താ പറയുന്നത്, വഖലഖ മിൻഹാ സൗജഹാ, അതിൽ നിന്ന് അതിൻ്റെ ഇണയെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ഇവിടെ
ഒരേ ഇനത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ് അർത്ഥമാക്കുന്നത്. എന്നിട്ട് ഒരായത്ത് കൂടെ അദ്ദേഹം കൊടുക്കുന്നുണ്ട്, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, സൂറത്ത് തൗബ 128 വചനം. അതായത് നിങ്ങളിൽ നിന്നു തന്നെ ഒരു റസൂല് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു തീർച്ച. അപ്പോൾ ഇതേപോലുള്ള ഒരു പ്രയോഗമാണ് സൂറത്തു അൻ-നിസാഇന്റെ 1 വചനത്തിൽ യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, അല്ലയോ ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇതാണ് 2ാമത്തെ വചനം. അതായത് 2ാമത്തെ അഭിപ്രായം എന്ന് പറയുന്നത് ഒരിക്കലും ആദമിന്റെ ഈ വാരിയിൽ നിന്ന് സൃഷ്ടിച്ചു എന്നുള്ളതല്ല, മറിച്ച് കളിമണ്ണിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതാണ് 2ാമതായിട്ടുള്ള അഭിപ്രായം. അതിന് 3 ആയത്തുകൾ അദ്ദേഹം ഇമാം റാസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ആ ആയത്തുകളിലേതുള്ള പരാമർശങ്ങളാണ് സൂറത്തു നിസാഇന്റെ 1ാമത്തെ വചനത്തിലും എന്നാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാമാണികം കളിമണ്ണിൽ നിന്ന് തന്നെയാണ് സൃഷ്ടിച്ചത് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല ഫതാവ ദാറുൽ ഇഫ്താഇൽ മിസ്രിയ എന്ന് പറയുന്ന ഫത്വ സമാഹാരത്തിൽ രേഖപ്പെടുത്തുന്നു, ഇവിടെ ആദമിൻ്റെ ഇടതുഭാഗത്തുള്ള വാരിയല്ലിൻ്റെ ഏറ്റവും മുകളിലുള്ള ആ ഏറ്റവും വളഞ്ഞ വാരിയൽ നിന്നാണ് ആ ഹവ്വായെ സൃഷ്ടിച്ചത് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ. അതിന് ലാക്കിൻ ലൈസ ലിഹാദൻ നഖ്ലി സനദുൻ സഹീഹുൻ, അതിന് ശരിയായിട്ടുള്ള ഒരു സനദില്ല എന്നുള്ളതാണ്. ബൽ ഹുവ മൻഖൂലുൻ അൻ അഹ്ലിൽ കിതാബ്, അത് അഹ്ലി കിതാബിൽ നിന്ന് അഥവാ വേദം നൽകപ്പെട്ട ആളുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് പറയുന്നുണ്ട് വമിൻ ഹാദാ നറ അന്ന ഖൽഖ ഹവ്വ മിൻ ആദം ലൈസ അംറൻ മുത്തഫിഖൻ അലൈഹി, അതായത് ആദമിൽ നിന്ന് തന്നെയാണ് ഹവ്വയെ സൃഷ്ടിച്ചത് എന്നുള്ള അഭിപ്രായം അത് ഏകോപിച്ചിട്ടുള്ള ഒരു അഭിപ്രായമല്ല. ഫഖദ് യകൂനു ഖൽഖുഹാ മിൻ നഫ്സിഹി, അവരെ സൃഷ്ടിച്ചത് അദ്ദേഹത്തിൽ മിൻ നഫ്സിഹി, അതിൽ നിന്ന് തന്നെയായിരിക്കും. യാനി അന്നഹ ഖുലിഖത് മിൻ ജിൻസിഹി വഹുവ തീൻ, അതായത് ഒരേ ഇനത്തിൽ നിന്ന്, അതായത് കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടെ അവിടെ മനസ്സിലാക്കുക, 1ാമത്തെ വാദഗതിക്കുള്ള പിന്നെ തെളിവായിട്ട് പറയുന്ന ഒരു വചനം ഉണ്ടല്ലോ, ഇന്നൽ മർഅത ഖുലിഖത് മിൻ ളിൽഇൻ അഅവജ് എന്ന് പറയുന്നത്, ഈ വാരിയലിൻ്റെ ഏറ്റവും വളഞ്ഞ ആ വാരിയലിൽ നിന്നാണ്, അതിൻ്റെ മുകളിലെ ഭാഗത്തു നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് പറയുന്നത്. അത് അവരുടെ ഒരു മാനസികമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് പറഞ്ഞതാണ്. അതായത് സ്ത്രീക്കൊരു പ്രകൃതമുണ്ട്, ആ പ്രകൃതം നീ പിന്നെ മറ്റൊരവസ്ഥയിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിച്ചാൽ, അതാണ് തുടർന്ന് പറയുന്നത് ഫഇൻ ദഹബ്ത തുഖീമുഹാ കസർതഹാ, നീ അത് ശരിയാക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അത് പൊട്ടിക്കുന്ന എന്ന് പറഞ്ഞാൽ വിവാഹമോചനം സംഭവിക്കും എന്നർത്ഥം. അപ്പോൾ സ്ത്രീയുടെ സത്വം എന്ത്, അവളുടെ പ്രകൃതം എന്ത്, അവളുടെ അഭിരുചികൾ എന്ത്, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി മനഃശാസ്ത്രപരമായിട്ട് അവളോട് ഇടപെടണം എന്ന് മാത്രമാണ് ആ വചനത്തിൻ്റെ താല്പര്യം. അതല്ലാതെ വാരിയിൽ നിന്ന് സൃഷ്ടിച്ചു എന്നുള്ളതല്ല, എല്ലാവരെയും സൃഷ്ടിച്ചത് കളിമണ്ണിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് പ്രാമാണികമായിട്ടുള്ള അഭിപ്രായം. അല്ലാഹു അഅലം വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.